നോ, അങ്ങനെയുള്ള ഒരു ചടങ്ങുകളും ഇനി ആവശ്യമില്ല. ആ ബേക്കറിക്കാരി എന്റെ ജീവിതത്തിൽ ആരുമല്ല. നീ താലി ചാർത്തിയ പെൺകുട്ടിയല്ലേ, അവളെ ഇങ്ങനെ അവഗണിക്കുന്നത് ശരിയല്ല മോനെ. അമ്മയ്ക്കറിയില്ലേ എങ്ങനെയാ ഈ കല്യാണം നടന്നതെന്ന്? ഞാൻ പൂർണ്ണ മനസ്സോടെ കല്യാണം കഴിച്ചാണോ ജ്യോതിയെ? മനസ്സോടെ ആയാലും അല്ലെങ്കിലും നീ കെട്ടിയ താലി അണിഞ്ഞവൾ നിന്റെ ഭാര്യ തന്നെയാ. ഷീ ഈസ് യുവർ വൈഫ്. നോ, എന്റെ വൈഫ് സുപ്രിയാണ്. സുപ്രിയ ആഗ്രഹിക്കുന്ന കാര്യവാ ഞാൻ നിന്നോട് പറയുന്നത്. കണ്ട, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകണമെന്നുള്ളത് സുപ്രിയയുടെ ആഗ്രഹമാ. ഇല്ല, എന്റെ സുപ്രിയ അങ്ങനെ ആഗ്രഹിക്കില്ല. അധികം താമസിയാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളേണ്ട വേസ്റ്റ് ആണവൾ, ആ ജ്യോതി. അത് നീ അല്ല തീരുമാനിക്കുന്നത്, ഈശ്വരനാ. ആ തീരുമാനമാ വസുന്ധരാദേവി അറിയിച്ചത്. അത് നടന്നേ തീരൂ. നോ, അമ്മ ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ എന്നോട് പറയരുത്. അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് ഈ വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വരും. മൈസൺ, നീ എന്തൊക്കെയായി പറയുന്നത്? നീ ജ്യോതിയും കൂടി ഒന്നിച്ച് ജീവിക്കണം. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം. നിന്റെ കുഞ്ഞുങ്ങൾ എന്റെ മുത്തശ്ശിനെ വിളിക്കുന്ന കേൾക്കാൻ എനിക്കും ആഗ്രഹമില്ലേ പൈസൺ? ഇല്ല, അതൊരിക്കലും സംഭവിക്കില്ല. ഇനി എന്നോട് ഈ കാര്യം പറഞ്ഞാൽ എന്റെ സുപ്രിയയുടെ അടുത്തേക്ക് ഞാനും പോകും. ദേവാ, എന്റെ സുപ്രിയ ഇല്ലാതെ എനിക്കൊരു കുടുംബജീവിതം ഈ ജന്മത്തുണ്ടാവില്ല. അങ്ങനെ സംഭവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നത് തന്നെയാ. മോനെ, ഹലോ മമ്മി. മമ്മിയോ? ആരുടെ മമ്മി? അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ ഒന്ന് വിളിക്കുമെങ്കിലും ചെയ്തേനെ. അച്ഛനും പ്രിയമോളും വിവരങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എന്ന് കരുതി നിനക്ക് എന്നെ ഒന്ന് വിളിക്കുന്നതിൽ എന്തായിരുന്നു തടസ്സം? ഇവിടത്തെ കാര്യങ്ങളൊക്കെ മമ്മിക്ക് അറിയാലോ. ഞാൻ വിളിക്കാനിരുന്നതാ. ആ മതി മതി, അധികം വിസ്തരിക്കണ്ട. ഒരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. എന്താ മമ്മി? ഇവിടുത്തെ കാര്യങ്ങൾ വല്ലതും നീ അറിയുന്നുണ്ടോ? നിന്റെ ഒരൊറ്റ ആളുടെ പ്രതീക്ഷയല്ല ഞങ്ങൾ ജീവിക്കുന്നേ. അതും നീ നശിപ്പിക്കരുത്. ഞാൻ എന്ത് ചെയ്തു എന്നാ മമ്മി പറയുന്നത്? ഒന്നും ചെയ്തില്ല. നിന്നെ കൊണ്ടേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. അത് നീ ഉടനെ ചെയ്യണം. മമ്മി പറയാ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ വീട് വിറ്റിട്ട് ബാങ്കിലെ പണം അടയ്ക്കാനുള്ള തീരുമാനത്തിലാ നിന്റെ അച്ഛൻ. അമരാവതിയിലെ മരുമകളുടെ വീട് ലോൺ അടയ്ക്കാൻ പണമില്ലാതെ വിൽക്കേണ്ടി വന്ന അതിന്റെ നാണക്കേട് ആർക്കാ? നിനക്കും നിന്റെ ഭർത്താവിനും. മനസ്സിലായോ? അതുകൊണ്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാ ഇന്ന് തന്നെ ചെയ്തോണം. ഞാൻ എന്താ വേണ്ടത്? ആ, അച്ഛനങ്ങോട്ട് പോന്നിട്ടുണ്ട്. നീ നിന്റെ ഭർത്താവിനോട് പറഞ്ഞ് ബാങ്കിൽ അടയ്ക്കാനുള്ള പണം വാങ്ങി അച്ഛന്റെ കയ്യിൽ കൊടുത്തുവിടണം. അല്ല, അത് നീ അതിൽ നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഭർത്താവിന്റെ കയ്യിലുള്ള പണം ഭാര്യയ്ക്കും കൂടി അവകാശപ്പെട്ടതാ. അത് ചോദിക്കുന്നതിനെ ഒരു മടിയും വിചാരിക്കണ്ട. അത് ഞാൻ എങ്ങനെയാ മമ്മി ചോദിക്കുന്നേ? എനിക്കതിന് സാധിക്കില്ല. സാധിക്കണം. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം അമരാവതിയിലേക്ക്. ഇവിടുത്തെ പ്രയാസങ്ങളൊക്കെ പത്മാവതി അമ്മയോടും ഡീക്കയോടും നേരിട്ട് പറയാം. അയ്യോ മമ്മി, അത് നാണക്കേടല്ലേ? അതിനേക്കാൾ നാണക്കേടാ നിന്റെ അച്ഛനും ഞാനും അനിയത്തിയും കൂടി തെരുവിലേക്ക് ഇറങ്ങുന്നത്.
ദേ, ഇനി നീ ഒന്നും പറയണ്ട. അച്ഛൻ അവിടെ നിന്ന് തിരിച്ചെത്തുമ്പോ ബാങ്കിൽ അടയ്ക്കാനുള്ള പണം അച്ഛന്റെ കയ്യിൽ ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ. മമ്മി, ഹലോ? എന്ത് നാണക്കേടാ അമ്മേത്. അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ ആ പാവത്തിനെ എന്തിനാ നിർബന്ധിക്കുന്നേ? നിനക്കെന്താ നൊന്തോ? എന്നാ പിന്നെ നീ എവിടെന്നെങ്കിലും കൊണ്ടുവച്ച് നടക്കടി. ഈ വീട് വിറ്റാ അതിനുള്ള പണം കിട്ടില്ലേ? ബാക്കി വരുന്ന പണം കൊണ്ട് തൽക്കാലം നമുക്കൊരു ചെറിയ വീട് വാങ്ങി അങ്ങോട്ട് മാറിക്കൂടെ? ദേ, ഒന്ന് വച്ചു തന്നാലുണ്ടല്ലോ. നിന്റെ അഭിപ്രായം ഇവിടെ ആരടി ചോദിച്ചത്? ചോദിച്ചില്ലെങ്കിൽ പറഞ്ഞൂടെ? അങ്ങനെ ഇപ്പൊ പറയണ്ട. ഈ വീട് വിൽക്കാൻ എനിക്ക് സമ്മതമല്ല. അതിനാരും മനപ്പായസം ഒന്നും വേണ്ട. എന്റെ ആഗ്രഹത്തിനനുസരിച്ച് നിന്റെ അച്ഛനെ കൊണ്ട് ഞാൻ വയ്പ്പിച്ച വീടായത്. അത് വിൽക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അമ്മയ്ക്ക് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. മിണ്ടരുത് നീ. നിനക്ക് എന്തറിയാം? നാളെ നിനക്കൊരു കല്യാണാലോചന വന്നാ പിന്നെ നടക്കൂ? ഈ വീട് നഷ്ടപ്പെട്ട അതോടെ എല്ലാം തീർന്നു. തെരുവിൽ കിടക്കുന്ന നിന്നെ കല്യാണം കഴിക്കാൻ ആര് വരും? ഞാൻ കല്യാണം കഴിക്കുന്നില്ലെങ്കിലോ? ഒരു കുത്യം വെച്ചെന്നാണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബാങ്കിലെ പണം അവളെ കൊണ്ട് അടപ്പിക്കാൻ ഞാൻ പലതും ചെയ്യും. അതിനിടയിലേക്ക് കയറി വന്നത് പൊളിക്കാൻ ശ്രമിച്ച നിന്നെ പെറ്റ കാര്യം ഞാനങ്ങ് മറക്കും. അമ്മ, എന്റെ ദേവി, ഇതെന്ത് സ്വഭാവം? അമരാവതിന്ന് പണം ഊറ്റാനുള്ള ആദ്യത്തെ പൈപ്പ് ലൈനാ എന്റെ അമ്മയെ ഇട്ടത്. പാവം എന്റെ ചേച്ചി ഇതിന്റെയൊക്കെ ഇടയിൽ കിടന്ന് നട്ടം തിരിയും. അതെ, ജ്യോതി മോളെ ഒന്ന് വിളിക്കാവോ? മോളെ, അച്ഛാ, എന്താ മോളെ ഇതൊക്കെ? നീ എന്താ ഇങ്ങനെ? എന്റെ മോളൊരു രാജകുമാരിയെ പോലെ ജീവിക്കുന്നത് കാണാൻ കൊതിച്ചു വന്നതാ ഞാൻ. പക്ഷെ കണ്ടതോ ഒരു വേലക്കാരിയുടെ വേഷത്തിൽ. ഇതാണ് വിധി. അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കും. മോളെ ജോലിക്കാരുടെ വേഷത്തിൽ കണ്ടപ്പോ അച്ഛന് നല്ല സങ്കടം ഉണ്ടല്ലേ? അതുകൊണ്ട് ഒരു കാര്യമില്ല. മോള് ചെയ്തതൊക്കെ ഏറ്റു പറഞ്ഞു ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോ. ഈ വീടിനൊരു സമാധാനം കിട്ടും. വീടൊന്ന് തുടയ്ക്കുന്ന കണ്ടപ്പോ തന്നെ അച്ഛന്റെ ഹൃദയം പൊട്ടിയല്ലേ? അപ്പൊ പിന്നെ ഡേക്കെ ചതച്ച് കല്യാണം കഴിച്ചപ്പോ ഞങ്ങളുടെയൊക്കെ ചങ്ക് എത്രമാത്രം പൊട്ടിക്കാണുന്ന് ഊഹിക്കാൻ പറ്റൂ നിങ്ങക്ക്? അന്ന് ആ മണ്ഡപത്തിൽ വെച്ച് മോളെ തിരുത്തി തിരികെ വിളിച്ചോണ്ട് പോയിരുന്നെങ്കിൽ ഇന്നീ കാഴ്ച കാണേണ്ടി വരുമായിരുന്നോ? ശരിയാ നിങ്ങൾ പറഞ്ഞത്. നിങ്ങളെപ്പോലെ മനുഷ്യത്വമില്ലാത്തവർ താമസിക്കുന്ന വീട്ടിലേക്ക് എന്റെ മോളെ പറഞ്ഞുവിടാൻ പാടില്ലായിരുന്നു. എന്റെ ഇഷ്ടത്തിനല്ല, സ്വന്തം ഇഷ്ടത്തിനാ അവളത് ചെയ്തത്. അത് തെറ്റായിപ്പോയി, സമ്മതിക്കുന്നു. പക്ഷേ വിധിയെന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ, അതനുഭവിച്ചേ പറ്റൂ. അതിനെ മറികടന്നു പോകാൻ ആർക്കും പറ്റില്ല. മോളെ, നീ അച്ഛൻ പറയുന്നത് കേൾക്കണം. ഈ നിമിഷം മോള് അച്ഛന്റെ കൂടെ വരണം.
നമുക്കുണ്ടല്ലോ ഒരു വീട്. 3 നേരം വിശപ്പടക്കാൻ ഭക്ഷണം തരാനുള്ള ശേഷി അച്ഛൻ എപ്പോഴും ഉണ്ട്. എന്റെ മോള് അച്ഛൻ്റെ കൂടെ വരണം. ജീവനുള്ള കാലം വരെ അച്ഛൻ നിന്നെ ഉപേക്ഷിക്കില്ല. വാ മോളെ, പോവാം. അച്ഛാ, ഈ കേസിൽ നിന്റെ അച്ഛൻ പ്രതിയായി ജയിലിൽ പോവും. വായിച്ചല്ലോ, നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട അത്. മോൾ എന്താ ഒന്നും പറയാത്തത്? ഇനിയും ഇവരുടെ അട്ടുന്തു പോയിട്ട് ജോലി ചെയ്യാനാണോ? മോളൊരു സെക്യൂരിറ്റിയുടെ വേഷത്തിൽ ആ ഗേറ്റിൽ നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോ അച്ഛന്റെ ഹൃദയം പൊട്ടിപ്പോയി മോളെ. നോക്കണ്ട, ഞങ്ങൾ തന്നെയാ ആ ഫോട്ടോ നിന്റെ അനിയത്തിക്ക് അയച്ചു കൊടുത്തത്. മോളെ, നമുക്കിവിടെ നിന്ന് പോവാം മോളെ. ഇല്ലച്ചാ, എനിക്കിവിടുന്ന് വരാൻ പറ്റില്ല. ഈ അമരാവതിയാ ഇനി എന്റെ വീട്. ഇവിടെ നിന്ന് ഞാൻ ഇനി എങ്ങോട്ടേക്കും ഇല്ല. വെറും ഒരു ജോലിക്കാരിയായിട്ട് ഇവിടെ ജീവിക്കണോ മോളെ? ജോലിക്കാരും മനുഷ്യരല്ലേ അച്ഛാ, അവർക്കും അന്തസ്സും അഭിമാനവും ഇല്ലേ? പിന്നെ അച്ഛൻ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര കഷ്ടപ്പാടിലൊന്നും അല്ല ഇവിടെ ജീവിക്കുന്നത്. അച്ഛാ, അച്ഛൻ എന്നെ അറിഞ്ഞൂടെ? ആരെയെങ്കിലും പേടിച്ച് ഞാൻ ഇന്ന് വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവർക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ ഇവരുടെ അമ്മായിയമ്മയാ. പിന്നെ അച്ഛനിപ്പ എന്നെ ഈ അവസ്ഥയിൽ കണ്ടത് അത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതാ അച്ഛാ, അല്ലാതെ ആരും പറഞ്ഞിട്ടൊന്നല്ല. ഒരു പെൺകുട്ടി മരുമകളായിട്ട് വരുമ്പോ കയറി വരുന്ന വീട് അവള് സ്വന്തം വീടായി കാണില്ലേ അച്ഛാ? ഞാനും അത്രേ ചെയ്തുള്ളൂ. എന്റെ വീടല്ലേ ഇത്. ഈ വീട് വൃത്തിയായി സൂക്ഷിക്കേണ്ട ചുമതല എന്റേതല്ലേ? പിന്നെ ഞാനിവിടെ ജീവിക്കുന്നതിന് ഇവരുടെ ഒന്നും അനുവാദമോ അംഗീകാരമോ എനിക്ക് ആവശ്യമില്ല. അച്ഛൻ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി പറയുന്നതാണോ മോളെ? ഏയ് അല്ലച്ചാ, ഞാനിവിടെ എന്ത് ജോലിയും ചെയ്യും. അതിനെല്ലാം എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. അതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. എന്റെ അച്ഛൻ വിഷമിക്കണ്ട, എനിക്കിവിടെ ഒരു സങ്കടവും ഇല്ല. പിന്നെ ഞാൻ വിചാരിക്കാതെ ഇവർക്കൊന്നും എന്നെ തോൽപ്പിക്കാനേ പറ്റില്ല. മോളെ, നീ പറയുന്നൊക്കെ സത്യമാണോന്നൊന്നും അച്ഛൻ അറിഞ്ഞൂടാ. എന്നാലും അച്ഛന് മോളെ ഇങ്ങനെ കാണാൻ വയ്യ. നിന്റെ ഇഷ്ടം നോക്കാതെ അച്ഛൻ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എന്റെ മോൾക്ക് സുഖാണെന്ന് അന്വേഷിക്കാനും നിങ്ങളെ വീട്ടിലേക്ക് വിരുന്ന് വിളിക്കാനും ഒക്കെയാ അച്ഛൻ വന്നത്. പക്ഷെ വന്നപ്പോ കണ്ട കാഴ്ച അച്ഛനെ തളർത്തിക്കളഞ്ഞു. അച്ഛൻ പോവാ. മനസ്സൊന്ന് ശാന്തമാകുമ്പോ അച്ഛൻ വരാം. പത്മാവതി അമ്മയോട് അച്ഛൻ വന്നിരുന്നു മോളെന്ന് പറഞ്ഞാ മതി. അച്ഛാ, മോള് പറഞ്ഞു നോക്കി, അച്ഛന് വിശ്വാസമാ. പോയിട്ട് വരാം. എന്താടി അച്ഛനെ തനിയെ വിട്ടത്? നിനക്ക് കൂടി അങ്ങ് പോവായിരുന്നില്ലേ? അഴുക്ക് വെള്ളത്തിൽ മുക്കിയേയും മോപ്പ് വെച്ച് നിന്റെയൊക്കെ മോന്തയ്ക്കൊരു കറക്ക് കറക്കാനുണ്ടല്ലോ. ഈ വാരി പൂശിയ മേക്കപ്പ് എല്ലാം കൂടി അതിനകത്തിരിക്കും. കാണാം. വാടി. അച്ഛൻ സങ്കടപ്പെട്ടിട്ടാ പോയത്. ഡികെയുടെ യഥാർത്ഥ ഭാര്യയായിട്ട് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടുമാരുടെയൊക്കെ അമ്മായി അമ്മയായി തന്നെ അധികാരത്തോടെ ഇവിടെ ജീവിക്കും. 3 എണ്ണത്തിനെ മൂക്കുകൊണ്ട് ഇക്ഷ വർദ്ധിക്കും. അയ്യോ,
ഈശ്വരാ, എന്തൊരു നടുവേദനയാ. ഇങ്ങനെ ജോലിയെടുത്താ അധികം താമസിയാതെ എന്നെ മേലോട്ട് കെട്ടിയെടുക്കും. ഒരു ഹിറ്റ്ലറും അയാളുടെ ഒരു 7 മാങ്ങാത്തൊലി കണ്ടീഷനും. എന്റെ ഈശ്വര, ഇവിടെ കിടന്ന് ചാവാനാണോ എന്റെ വിധി? അതിന്റെ കൂടെ ഇനി തറയെ കിടന്ന ഇവിടുന്ന് തന്നെ ആശുപത്രിയിലോട്ട് എടുക്കേണ്ടി വരും. ഈ കട്ടിലിൽ കയറി കിടന്നാലോ? ഹിറ്റ്ലറിന്റെ കുളി തീരാൻ ഇനിയും സമയമെടുക്കും. ഒരു കാര്യം ചെയ്യാം, ഈ ബെഡിൽ കയറി കിടക്കാം, എന്നിട്ട് ഉറങ്ങുന്ന പോലെ അഭിനയിക്കാം. നോക്കട്ടെ അയാൾ എന്നെ എന്ത് ചെയ്യും. ബേക്കറി എണീക്കടി, എടി ബേക്കറി എണീക്കാൻ. ഭഗവാൻ ഇന്ന് സ്നാനത്തിന് പോയില്ലേ? ഭവാനോ? ഏത് ഭവാൻ? നീ എന്താ പിച്ചുമ്പയും പറയണോ? അയ്യോ, ഇത് ആശ്രമമല്ലായിരുന്നോ? അയ്യോ സോറി, ഞാനൊരു സ്വപ്നം കണ്ടതാ. നല്ല ഉഗ്രം സിനിമയായിരുന്നു. അതില് സന്യാസിയോട് ആശ്രമത്തിലെ ഒരു സ്ത്രീ ചോദിച്ചതാ ഇത്. ആ സന്യാസിക്ക് ഈ ഹിറ്റ്ലറിന്റെ ആദ്യ മുഖച്ചായിരുന്നു. അവളുടെ ഒരു സിനിമ ഇറങ്ങണി ഇങ്ങോട്ട്. അയ്യോ എന്റെ മര്യാദ ഇറങ്ങണി. എന്ത് ധൈര്യത്തിലാ നീ എന്റെ കട്ടിലേക്ക് കയറി കിടന്നത്? ആസത്തെ എന്നെ അസത്തേന്ന് വിളിച്ചാണ്ടല്ലോ. പിന്നെ എന്ത് വിളിക്കണോടി? എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഇവിടെ കയറി കിടക്കരുതെന്ന്? നിങ്ങക്ക് കണ്ണി ചോരയുണ്ടോ ഹിറ്റ്ലറെ? ദുഷ്ടൻ, രാക്ഷസൻ. പാത്രം കഴുകി തുടച്ചും തുണി അലക്കിയും തുടച്ചും അടിച്ചു വാരിയും എനിക്ക് എന്റെ നടു ഒടിഞ്ഞു. നിങ്ങളുടെ പട്ടിയെ വരെ ഞാൻ കുളിപ്പിച്ചു. കുളിപ്പിക്കണം, അത് നിന്റെ ഡ്യൂട്ടിയാ. ടൂട്ടി അലക്കയുടെ മൂട്. ചത്ത മേലോട്ട് കെട്ടിയെടുത്ത് ചെല്ലുമ്പോ ദൈവം നിങ്ങളെ നരകത്തിലിടും. എന്നിട്ട് എണ്ണയിലിട്ടങ്ങ് മുരിച്ചെടുക്കും. എന്നിട്ട് അവിടുത്തെ രാക്ഷസന്മാർക്ക് ചായയുടെ കൂടെ തിന്നാൻ കൊടുക്കും. ഈ പഴംപൊരി പോലെ, ഹിറ്റ്ലർ പഴംപൊരി. എന്നോട് ചെയ്തതിനെല്ലാം താൻ അനുഭവിക്കും, നോക്കിക്കോ. അതെ, ഞാൻ അങ്ങ് സഹിച്ചു. പക്ഷേ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് പൊരിക്കും. പഴംപൊരിയല്ല, ഗ്രിൽഡ് ചിക്കൻ പോലെ. എന്നിട്ട് നീ നേരത്തെ കുളിപ്പിച്ച ആ പട്ടിയില്ലേ, അതിന് തിന്നാൻ കൊടുക്കും. നിന്റെ എല്ലും മുട്ടും എല്ലാം ആ പട്ടി കടിച്ചു നിന്ന് വിശപ്പ് തീർക്കും. എന്തിനാ പട്ടിക്ക് മാത്രമാക്കുന്നേ? കുറച്ച് നിങ്ങളും കൂടി തിന്നെ. മനുഷ്യരെ തിന്നുന്ന രാക്ഷസൻ. നീ ഇന്ന് കഥ പറയാതെ മര്യാദയ്ക്ക് താഴെ ഇറങ്ങി കിടന്നോ? അതെ, എനിക്ക് ജീവനുള്ള കാലം വരെ നിന്നെ ഞാൻ താഴെ കിടത്തു. അതിന് എത്ര കാലം വേണ്ടി വരും? എന്തിന്? നിങ്ങളുടെ ജീവൻ പോവാൻ. നിർത്തറി. എനിക്കറിയാം, അല്ലെങ്കിലും ഞാൻ ചാകാൻ കാത്തിരിക്കുന്ന യക്ഷിയാ നീയെന്ന്. താഴെ കിടക്കാൻ വയ്യെങ്കിൽ നിന്റെ തെറ്റ് സ്വയം സമ്മതിച്ച് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ്ക്കോ. എന്റെ തെറ്റും നിങ്ങളുടെ തെറ്റും ഒക്കെ നാളെ രാവിലെ സംസാരിക്കാം. ഇപ്പൊ നമുക്ക് കിടന്നുറങ്ങാം. വാ, എനിക്കിതേ ഇത്തിരി സ്ഥലം മതി. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളെടുത്തോ. പിന്നെ എനിക്ക് ഉറക്കത്തില് കാല് അടുത്ത് കിടക്കുന്ന ആളുടെ പുറത്ത് വെച്ചൊരു ശീലമുണ്ടേ. അങ്ങനെ എങ്ങാനും സംഭവിച്ചാ ഒന്ന് ക്ഷമിച്ചേക്കണേ. വളവളാന്ന് പറയാതെ ഇങ്ങോട്ട് ഇറങ്ങണി, ചൂടല യക്ഷി. ആഹാ, എടി നിന്നോടല്ലേ പറഞ്ഞ ഇങ്ങോട്ട് പോയി. എന്റെ നാടു മഹാഭാവി. അമ്മേ, അയ്യോ. എടോ ഹിറ്റ്ലറെ, പരമദുഷ്ട.